ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: UAE-യുടെ പ്രഥമ ചൊവ്വാ ദൗത്യത്തിന്റെ പേര് എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ UAE-യുടെ പ്രഥമ ചൊവ്വാ ദൗത്യത്തിന്റെ പേര് എന്ത് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു 2020 ജൂലൈയിൽ 3 രാജ്യങ്ങൾ ഈ ചൊവ്വാ ദൗത്യവുമായി അവരുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുവാനുള്ള തയ്യാറെടുപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ചൈന, അതുപോലെ തന്നെ UAE, അമേരിക്ക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇത് നോക്കിയിരുന്നു. ചൈനയുടെ ഏത് ഉപഗ്രഹമാണ്? ടിയാൻവൻ എന്ന് പറയുന്ന ഉപഗ്രഹം. അതുപോലെ UAE-യുടെ എന്താണ്? അമൽ എന്ന് പറയുന്ന ഉപഗ്രഹം. അമേരിക്കയുടെ പേഴ്സിവറൻസ് എന്ന് പറയുന്ന ഉപഗ്രഹം. ഈ 3 രാജ്യങ്ങൾ ഇതിനുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നു UAE-യുടെ പ്രഥമ ചൊവ്വാ ദൗത്യം അവർ വിക്ഷേപിച്ചിരിക്കുകയാണ്. അതിന്റെ പേരാണ് അൽ അമൽ. അൽ അമൽ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ അൽ അമൽ എന്നാണ് ആ ഉപഗ്രഹത്തിന്റെ പേര്. ഇതിന്റെ മലയാളം അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശ എന്നാണ്. പ്രത്യാശ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിൽ ദി ഹോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്, ദി ഹോപ്പ്. അപ്പോൾ UAE-യുടെ പ്രഥമ ചൊവ്വാ ദൗത്യത്തിന്റെ പേരാണ് അൽ അമൽ അല്ലെങ്കിൽ ദി ഹോപ്പ്. ഇനി ഇത് അവർ വിക്ഷേപിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ജപ്പാനിൽ നിന്നാണ് വിക്ഷേപിച്ചിരുന്നത്. ജപ്പാനിലെ ഒരു സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചിരുന്നത്. ആ സ്പേസ് സെന്ററിന്റെ പേര് തനേഗാഷിമായി എന്നാണ്. തനേഗാഷിമായി എന്നാണ് അത് അറിയപ്പെടുന്നത്. തനേഗാഷിമായി സ്പേസ് സെന്റർ എവിടെയാണ്? ജപ്പാൻ. ജപ്പാനിൽ നിന്നാണ് ഈയിടെ UAE സമയം 1:55 ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. UAE സമയം 1:55 മോർണിംഗിലാണ് ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. എവിടെയാണ്? ജപ്പാൻ സ്പേസ് സെന്ററിൽ വെച്ചാണ് ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. ഇനി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ വെസ്റ്റ് ഏഷ്യൻ ആൻഡ് അറബ് നേഷൻ ആണ് ഏത്? UAE. അപ്പോൾ പ്രഥമ ചൊവ്വാ ദൗത്യത്തിൽ ഏർപ്പെടുന്ന ആദ്യ അറബ് രാജ്യം അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് UAE ആണ്. അതുപോലെ തന്നെ ഇവരുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ 2021 ഫെബ്രുവരിയിൽ 50ാമത് UAE-യുടെ ആനിവേഴ്സറി വരെയാണ്. 50th ആനിവേഴ്സറി വരുന്നത് 2021 ഫെബ്രുവരിയിലാണ്. ഏകദേശം 200 ദിവസം എടുക്കും. ഇന്നു മുതൽ 200 ദിവസം ഇതിനെടുക്കും. അപ്പോഴേക്കും 50th ആനിവേഴ്സറി ആഘോഷിക്കുന്ന വേളയിൽ ഇതിന്റെ വലിയ അനൗൺസ്മെന്റും കാര്യങ്ങളും ഒക്കെ അവർ ഇത് UAE-യിൽ നടത്തുവാനാണ്, ഇതിന്റെ വലിയൊരു ആഘോഷം നടത്തുവാനാണ് ഇതിന്റെ പദ്ധതി ഇട്ടിരിക്കുന്നത്. UAE-യുടെ പ്രഥമ ചൊവ്വാ ദൗത്യത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ അൽ അമൽ എന്നാണ് അതിന്റെ പേര്. ഇനി അപ്പോൾ UAE പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് അബുദാബിയാണ്. അപ്പോൾ UAE-യുടെ ക്യാപിറ്റൽ എന്താണ്? അബുദാബിയാണ്. അതുപോലെ അവിടുത്തെ കറൻസി എന്ന് പറയുന്നത് എന്താണ്? UAE ദിർഹമാണ്. അപ്പൊ UAE ദിർഹമാണ് UAE-യുടെ കറൻസി എന്ന് പറയുന്നത്. ഇതിനു മുൻപ് 3 നിരീക്ഷണത്തിന് വേണ്ടിയുള്ള ഉപഗ്രഹങ്ങളാണ് UAE വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ 3 നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് UAE വിക്ഷേപിച്ചിരിക്കുന്നത്. UAE-യുടെ സ്പേസ് ഏജൻസി എന്ന് പറയുന്നത്, സ്പേസ് റിസർച്ച് സെന്റർ എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ ആണ്. അപ്പോൾ UAE-യിലെ ഏക സ്പേസ് റിസർച്ച് സെന്റർ എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ ആണ്. ഈ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ തന്നെയാണ് ഈ അൽ അമൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ ആണ് അൽ അമൽ നിർമ്മിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ജപ്പാനിൽ തനേഗാഷിമായിൽ നിന്നാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? UAE-യുടെ പ്രഥമ ചൊവ്വാ ദൗത്യത്തിന്റെ പേരെന്താണ്? അൽ അമൽ. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടി? അമേരിക്കയും അതുപോലെ ചൈനയും. അവരും ഈ ജൂലൈയിൽ വിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ കടലാമകളെ പറ്റിയുള്ള വിവരശേഖരണത്തിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്ത്യയിലെ കടലാമകളെ പറ്റി വിവരം ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വിപുലീകരിച്ചിട്ടുണ്ട്. ആ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് കുർമ. KURMA. കുർമ എന്നാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. അപ്പോൾ ഇന്ത്യയിലെ കടലാമകളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് കുർമ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ടർട്ടിൽ കൺസർവേറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് ആണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ടർട്ടിൽ കൺസർവേറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ITCAN ആണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 2020 മെയ് 23 വേൾഡ് ടർട്ടിൽസ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ് ടർട്ടിൽസ് ഡേ എന്നായിരുന്നു 2020 മെയ് 23 അന്നായിരുന്നു ഇതിന്റെ ബേസ് ആപ്ലിക്കേഷന്റെ ലോഞ്ച് ചെയ്തത്. ഈ ആപ്ലിക്കേഷന്റെ ബേസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2020 മെയ് 23 വേൾഡ് ടർട്ടിൽസ് ഡേയുടെ അന്നാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ
ഇപ്പോൾ ഇത് ഇനാഗ്രേഷൻ നടത്തിയിരിക്കുന്നത് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എൻവയൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെയും യൂണിയൻ മിനിസ്റ്ററായ പ്രകാശ് ജാവേദ്കറാണ്. അപ്പോൾ എൻവയൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അതുപോലെ തന്നെ മിനിസ്റ്റർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെയും മിനിസ്റ്റർ കൂടി, യൂണിയൻ മിനിസ്റ്റർ കൂടിയായ പ്രകാശ് ജാവേദ്കറാണ് ഇപ്പോൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതിന്റെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇതിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഏതിന്റെയൊക്കെയാണ്? ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെയും അതുപോലെ തന്നെ എൻവയൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെയും യൂണിയൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? പ്രകാശ് ജാവേദ്കർ ആണ്. അപ്പോൾ പ്രകാശ് ജാവേദ്കർ ആണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ കടലാമകളെ പറ്റി പഠിക്കുന്നതിന്, അതിന്റെ വിവരശേഖരണത്തിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം കുർമ എന്നാണ് അതിന്റെ ആൻസർ, KURMA. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണെന്ന് പറഞ്ഞു? ഇന്ത്യൻ ടർട്ടിൽ കൺസർവേറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ടർട്ടിൽ കൺസർവേറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ കടലാമകളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് കുർമ. ഇത് ഇപ്പോൾ ഇനാഗ്രേഷൻ ചെയ്തിരിക്കുന്ന ആളാണ് പ്രകാശ് ജാവേദ്കർ, യൂണിയൻ മിനിസ്റ്റർ പ്രകാശ് ജാവേദ്കർ. അടുത്ത ചോദ്യം ഇതാണ്, ഇന്റർനാഷണൽ ചെസ് ഡേ എന്നാണ്, ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ചെസ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ജൂലൈ 20-നാണ് ഇന്റർനാഷണൽ ചെസ് ഡേ ആചരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ജൂലൈ 20-നാണ് ഇന്റർനാഷണൽ ചെസ് ഡേ ആചരിക്കുന്നത്. അപ്പോൾ ഇത് ആരാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ അല്ലെങ്കിൽ ഫിഡ, FIDE, ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ഫിഡയാണ് ജൂലൈ 20-ന് വേൾഡ് ഇന്റർനാഷണൽ ചെസ് ഡേ ആചരിക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷനെ പറ്റി പറയുമ്പോൾ 1924 ജൂലൈയിലാണ് സ്ഥാപിതം. അപ്പോൾ എന്നാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്? സ്ഥാപിതമായിരിക്കുന്നത് 1924 ജൂലൈയിലാണ് ഇത് സ്ഥാപിതമായത്. ഇന്ന് ഇതിൽ ഏകദേശം 181 രാജ്യങ്ങളാണ് അംഗത്വമുള്ളത്. അപ്പോൾ 181 രാജ്യങ്ങളാണ് ഇന്ന് ഫിഡയിൽ മെമ്പർഷിപ്പ് ഉള്ളത്. അപ്പോൾ എത്ര രാജ്യങ്ങളാണ്? 181 രാജ്യങ്ങളാണ് ഇതിൽ അംഗത്വമുള്ളത്. ഇനി എന്താണ് ഫിഡയുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ, ഇതിനൊരു ലക്ഷ്യമുണ്ടാവും ഫിഡയ്ക്ക്. അതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത് ടീച്ച് സമ്മൺ ഹൗ ടു പ്ലേ ചെസ്. അപ്പോൾ ടീച്ച് സമ്മൺ ഹൗ ടു പ്ലേ ചെസ് എന്നുള്ളതാണ് ഫിഡയുടെ മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഡയുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ ടീച്ച് സമ്മൺ ഹൗ ടു പ്ലേ ചെസ്, ഇതാണ് ഫിഡയുടെ മോട്ടോ എന്ന് പറയുന്നത്. ഫിഡയെ പറ്റി പറയുമ്പോൾ ഫിഡയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് HQ, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ലൂസാനെ, സ്വിറ്റ്സർലാൻഡിലെ ലൂസാനെയാണ് ഫിഡയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ലൂസാനെയാണ്, സ്വിറ്റ്സർലാൻഡിലെ ലൂസാനെയാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അർക്കാഡി ഓർക്കോവിച്ച് ആണ് ഫിഡയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അപ്പോൾ ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്? അർക്കാഡി ഓർക്കോവിച്ച് ആണ് ഫിഡയുടെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ലൂസാനെ, സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പോൾ അതിന്റെ ചോദ്യം എന്തായിരുന്നു? ഇന്റർനാഷണൽ ചെസ് ഡേ എന്നാണ് ഇതിന്റെ ചോദ്യം. ജൂലൈ 20-നാണ് അന്താരാഷ്ട്ര ചെസ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഈ ചെസ് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ചെസ് ഫെഡറേഷന്റെ മോട്ടോ എന്ന് പറയുന്നത് ടീച്ച് സമ്മൺ ഹൗ ടു പ്ലേ ചെസ് എന്നുള്ളതാണ് ഇതിന്റെ മോട്ടോ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ സ്ഥാപിതമായിരിക്കുന്നത്? എന്നാണ് 1924 ജൂലൈ 20-നാണ് ഇത് സ്ഥാപിതമായിരിക്കുന്നത്. അപ്പോൾ 1924 ജൂലൈ 20-നാണ് ഇത് സ്ഥാപിതമായിരിക്കുന്നത്. 181 രാജ്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇതിനുള്ളത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, SC/ST വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി നവീൻ റോസ്ഗാർ ഛത്രി യോജന ആരംഭിച്ച സംസ്ഥാനം. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് SC/ST വിഭാഗങ്ങളിലെ ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി നവീൻ റോസ്ഗാർ ഛത്രി യോജന എന്ന് പറയുന്ന ഒരു സ്കീം ആരംഭിച്ചിരിക്കുന്നത്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലാണ്, CM ആയ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ SC/ST വിഭാഗക്കാർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി നവീൻ റോസ്ഗാർ ഛത്രി യോജന ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 7.5 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഇതുകൊണ്ടുള്ള ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ 7.5 ലക്ഷം വരുന്ന SC/ST വിഭാഗങ്ങളിലുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ സംസ്ഥാനം ഏതായിരുന്നു? ഉത്തർപ്രദേശ് ആയിരുന്നു. ഇനി ഉത്തർപ്രദേശിനെ പറ്റി പറയുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലക്നൗ ആണ്. അതുപോലെ ചീഫ് മിനിസ്റ്റർ ആരാണ്? യോഗി ആദിത്യനാഥ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു യോഗി ആദിത്യനാഥ്. ആനന്ദിബെൻ പട്ടേലാണ് ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ ആനന്ദിബെൻ പട്ടേൽ ഗവർണർ, യോഗി ആദിത്യനാഥാണ് അവരുടെ ചീഫ് മിനിസ്റ്റർ, ലക്നൗ ആണ് അതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, ഒഡീഷയിൽ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗക്കാർക്കായി ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ സ്കീം ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക, ഒഡീഷയിലെ
ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗക്കാർക്കായിട്ട് ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന ഒരു പെൻഷൻ സ്കീമുണ്ട്. അത് ഏത് എന്നുള്ളതാണ് ചോദ്യം. മധു ബാബു പെൻഷൻ യോജന. മധു ബാബു പെൻഷൻ യോജന, MBPY, മധു ബാബു പെൻഷൻ യോജന. അപ്പോൾ മധു ബാബു പെൻഷൻ യോജന എന്നുള്ളതാണ് ഒഡീഷയിലെ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗക്കാർക്കായിട്ട് ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഏകദേശം ഒഡീഷയിലെ 6000 ട്രാൻസ്ജെൻഡേഴ്സിനാണ് ഇതുകൊണ്ട് ഉപയോഗം വരുന്നത്. അവരുടെ ഏജ് കാറ്റഗറി അനുസരിച്ച് 500, 700, 900 രൂപകൾ ഓരോ മാസം തോറും ലഭിക്കുന്ന ഒരു സ്കീം പദ്ധതിയാണ് ഇവർ. അപ്പോൾ ഒഡീഷയിൽ ഇപ്പോൾ അവരുടെ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗക്കാർക്കായിട്ട് ഒരു പെൻഷൻ പദ്ധതി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് മധു ബാബു പെൻഷൻ യോജന, അല്ലെങ്കിൽ MBPY. അതിന്റെ ഷോർട്ട് നെയിം ആണ് MBPY, മധു ബാബു പെൻഷൻ യോജന. അപ്പോൾ ഇതുകൊണ്ട് ഏകദേശം അവരുടെ സംസ്ഥാനത്ത് ഒഡീഷയിൽ എത്ര പേർക്കാണ്? 6000-ഓളം ട്രാൻസ്ജെൻഡേഴ്സിനാണ് ഇതുകൊണ്ട് ഉപകാരം വരുന്നത്. എങ്ങനെയാണ്? 500, 700, 900 എന്നുള്ള ക്രമത്തിൽ അവരൊരു ഏജ് കാറ്റഗറി വൈസിലാണ് ഈ സ്കീമിലൂടെ ഇവർ പെൻഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഒഡീഷയെ പറ്റി പറയുമ്പോൾ ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നവീൻ പട്നായിക് ആണ്. അതുപോലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭുവനേശ്വർ ആണ്. അപ്പോൾ ക്യാപിറ്റൽ എന്താണ്? ഭുവനേശ്വർ ആണ്. നവീൻ പട്നായിക് ആണ് അവരുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. നവീൻ പട്നായിക് ആണ് അവരുടെ ചീഫ് മിനിസ്റ്റർ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭുവനേശ്വർ ആണ്. ഒഡീഷയുടെ ഗവർണർ എന്ന് പറയുന്നത് ഗണേശി ലാലാണ്. അപ്പോൾ നവീൻ പട്നായിക് ആണ് ചീഫ് മിനിസ്റ്റർ, ഗണേശി ലാലാണ് ഗവർണർ എന്ന് പറയുന്നത്, അതുപോലെ ഭുവനേശ്വർ ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതുകൂടി നിങ്ങൾ അതിനോടൊപ്പം ചേർത്ത് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു: അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഹേഗാണ്. ഹേഗിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്: സൗത്ത് ആഫ്രിക്കയുടെ ലെജിസ്ലേറ്റീവ് തലസ്ഥാനം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്ക് 3 ക്യാപിറ്റലാണ് ഉള്ളതെന്ന് പറഞ്ഞു: ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ. അപ്പോൾ ഇതിൽ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഏത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ടു താഴെ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.